ചാത്തന്നൂർ പോലീസിന്റെ അതിക്രമം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പാതിരാത്രി നിരപരാധികളായ ആളുകളുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് അവരെ പിടിച്ചു കൊണ്ടുപോവുക, യാതൊരു തരത്തിലുള്ള അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിക്കാതെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്? നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. കാരണം എത്ര ക്രൂരമായിട്ടാണ് പോലീസുകാർ ഒരു നിരപരാധിയോട് അത് കോടതി പോലും വെറുതെ വിട്ട കേസിലെ നിരപരാധിയോട് പെരുമാറുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടല്ലോ, ഭാര്യയുടെ മക്കളുടെ മുന്നിൽ വെച്ച് ഒരു വ്യക്തിയെ ക്രൂരമായി അല്ലെങ്കിൽ മോശമായി ഏതോ ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതിയോ അല്ലെങ്കിൽ കൊലപാതക കേസിലെ പ്രതിയോ പിടിച്ചുകൊണ്ടു പോകുന്നത് പോലെയാണ് പോലീസ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ഈ 2013 ഈ പള്ളിമണി എന്ന് പറയുന്ന സ്ഥലത്ത് അജി എന്ന് പറയുന്ന വ്യക്തി ഒരു കടമുറി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കേസ്. ആ കേസിൽ അജിക്കെതിരെ ഒരാൾ പരാതി നൽകുന്നു. ആ പരാതി ജനുവരി 29, 2013 ഈ കേസ് നൽകുന്നത്. പക്ഷേ ഈ ജനുവരിയിൽ ഇപ്പോൾ കഴിഞ്ഞു പോയി 2024 ജനുവരി 29 ആ കേസ് കോടതി തീർപ്പാക്കി നിരപരാധിയാണ് അജി എന്ന് കോടതി പറയുകയും ചെയ്ത കേസ് അവസാനിച്ചു. ഈ പരാതി കൊടുത്ത ആൾ അജിയും തമ്മിൽ പിന്നീട് നല്ല സുഹൃത്തുക്കളായി. അവർ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് അജി ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹം കിടന്നുറങ്ങുന്നു. ഒരു മുണ്ട് മാത്രമാണ് വേഷം. രാത്രി 12 മണിയായപ്പോൾ കതകിൽ ആരോ തട്ടുന്നു. ചെന്ന് നോക്കിയപ്പോൾ കുറെ പോലീസുകാർ. എന്നിട്ട് അതിക്രമിച്ച് മതിൽ ചാടിക്കിടന്നാണ് വീട്ടിലേക്ക് എത്തുന്നത്. പോലീസ് ഗേറ്റ് തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിനുശേഷം മുറിയിലേക്ക് ഇടിച്ചു കയറുന്നു. ഭാര്യയും മക്കളുമുണ്ട്. അവരുടെ നിലവിളികളൊന്നും ശ്രദ്ധിക്കാതെ അജി കിടന്ന റൂമിലേക്ക് ഇടിച്ചു കയറുന്നു. എന്നിട്ട് അജിയെ കിടക്കയിൽ നിന്ന് വലിച്ചിറക്കുന്നു. അതിനുശേഷം കഴുത്തിലും ദേഹത്തും ഒക്കെ പിടിച്ച് തള്ളുന്നു. അപ്പോൾ എന്ത് കേസിനാണ് സാർ എന്നെ പിടിച്ചോണ്ട് പോകുന്നത്, എന്താണ് കേസ് എന്ന് പോലും ചോദിച്ചിട്ട് മനസ്സിലാകുന്നില്ല, പറയുന്നില്ല പോലീസ്. ചാത്തന്നൂർ CI അടക്കമുള്ള പോലീസുകാർ എത്തിയാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കേരളത്തിലെ നല്ലവരായ പോലീസുകാരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കേരള പോലീസിലെ ഇത്തരം പുഴിക്കുത്തുകളാണ് കേരള പോലീസിനെ പലപ്പോഴും ജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ അജി പറയുന്നുണ്ട്, എനിക്ക് മുണ്ടൊന്ന് മാറണം, ഡ്രസ്സ് ഇല്ലാതെയാണ് എന്ന് വെച്ചാൽ ഷർട്ടൊന്നുമില്ല, പറ്റില്ല, മുണ്ട് മാറാൻ പറ്റില്ല, നിനക്ക് തുണിയൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടേ വരുവുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വച്ച് ഡ്രസ്സ് മാറാൻ ഈ പോലീസുകാർ നിൽക്കുമ്പോൾ ഡ്രസ്സ് മാറാൻ, അതായത് എന്തോ വലിയ കൊലപാതക കേസിലെ പ്രതി പിടികിട്ടാ പുള്ളി, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഇങ്ങനെ വളയം തീർത്ത് കൊണ്ടുപോകണമെന്നുള്ള ഒരു രീതിയാണ് പോലീസ്. അത് പോലീസുകാർ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറി ഒരാളെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ കേസോ വാറണ്ടോ ഒന്നും വേണ്ട, ഞങ്ങൾ പോലീസുകാരാണ്, കാക്കി ഇട്ടതിന്റെ ധാർഷ്ട്യമാണ്, കാക്കിയിലെ ഗുണ്ടകളാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത്. അപ്പോൾ ഈ അജിയെ കൊണ്ടുപോകുന്നു. അജിയെ ഡ്രസ്സ് ഇടുന്നു. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു, സമ്മതിക്കുന്നില്ല. അതിനുശേഷം എൻ്റെ ഫോൺ എടുക്കണം എന്ന് പറയുന്നു, അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം സാറേ എന്ന് അദ്ദേഹം വളരെ ദയനീയമായി പറയുമ്പോൾ ഭാര്യ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതൊന്ന് കുടിച്ചിറക്കാൻ പോലും സമ്മതിക്കാതെ ഇദ്ദേഹത്തെ വലിച്ചിഴച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് വാഹനത്തിൽ 1 മണിക്കൂറോളം ഇദ്ദേഹത്തെ ഇട്ട് കറക്കുന്നുണ്ട്. അതിനുശേഷം കൂടെയുള്ള പോലീസുകാരനോട് ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കൂ കേസിന്റെ. അപ്പോൾ ഈ പോലീസുകാരൻ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളതാണ് അതിൽ കണ്ടത്. ഇദ്ദേഹം ഉടനെ തന്നെ വന്ന് CIയോട് പറയുന്നു, നമുക്ക് പണി കിട്ടി, നിരപരാധിയാണെന്നാണ് കാണിക്കുന്നത്, അപ്പൊ എന്താ ഇദ്ദേഹത്തെ വെറുതെ വിടണോ എന്ന് പറയുമ്പോൾ വെറുതെ ഒന്നും വിടണ്ട, അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോയതിനു ശേഷം ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ പറയുന്നു, എൻ്റെ ഭാര്യയും മക്കളും ഭയന്നാണ് ഇരിക്കുന്നത്, എന്താണ് സംഭവം എന്നറിയാതെ എൻ്റെ പേരിൽ ഈ ഒരു കേസേ ഉള്ളൂ, അതും ഞാൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞ കേസാണ്, എനിക്ക് മറ്റു കേസുകളില്ല, അപ്പം എന്നെ വെറുതെ വിടണം, എനിക്ക് എന്ത് സംഭവിച്ചതെന്നറിയാതെ
ഭാര്യയും മക്കളും വലിയ വിഷമത്തിലാണ് എന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്ന ലാൻഡ് ഫോണിൽ നിന്ന് നീ വീട്ടിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നു. ലാൻഡ് ഫോണ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അത് പ്രവർത്തിക്കാത്ത ഒരു ലാൻഡ് ഫോൺ ആണെന്ന്. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു, എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കിപ്പോൾ വീട്ടിൽ വിളിച്ചാലേ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ആക്രോശത്തോടെ ഇദ്ദേഹത്തോട് പെരുമാറുന്നു. അതിനുശേഷം ജയിലിൽ മറ്റ് ജയിൽ പുള്ളികൾ കാണുമല്ലോ, ചെറിയ ചെറിയ കേസിന്, അവരോടൊപ്പം ഇദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റും. 12 മണിക്ക് പിടിച്ച അദ്ദേഹത്തെ വെളുപ്പിന് 3 മണിക്കാണ് പോലീസുകാർ വിട്ടയക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൗതം, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് ഒരു കൊടും ക്രിമിനലിനോട് കാണിക്കുന്ന രീതിയിൽ ഒരു വീട്ടിന്റെ മതിൽ ചാടിക്കടന്ന് ഒരു പോലീസുകാരൻ എത്തി, ഒരു CI ആണ് അദ്ദേഹം, ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഒരു പോലീസുകാരൻ വീടിനുള്ളിലേക്ക് ചാടി കയറി ഒരു പിടികിട്ടാപ്പുള്ളി എന്ന പോലെ, എന്താ അദ്ദേഹം സുകുമാരക്കുറുപ്പാണോ പിടികിട്ടാപ്പുള്ളി, അല്ലെങ്കിൽ ഇദ്ദേഹം കൊലപാതക കേസിലെ പ്രതിയാണോ, അദ്ദേഹം കള്ളക്കടത്ത് കേസിലെ പ്രതിയാണോ, ലഹരി ഉപയോഗിക്കുന്ന ആളാണോ, അദ്ദേഹം ആരാണ്? ഇവിടുത്തെ വലിയ വലിയ അഴിമതി നടത്തിയവരെയൊക്കെ ഇതുപോലെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഈ പറയുന്ന പോലീസുകാർക്ക് ധൈര്യമുണ്ടോ? ഈ പറയുന്ന അഴിമതി നടത്തുന്നവന്റെയും ഈ പറയുന്ന ജനങ്ങളുടെ കോടികൾ പറ്റിക്കുന്നവന്റെ മുന്നിൽ പോയി സല്യൂട്ട് അടിച്ച് ഓച്ചാനിച്ച് നിൽക്കാനല്ലാതെ ഈ പറയുന്ന പോലീസ് ഏമാന്മാർക്ക് എന്തെങ്കിലും ധൈര്യമുണ്ടോ ഇത്തരം അഴിമതിയും ജനങ്ങളെ ദ്രോഹിക്കുന്നവരുടെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ, ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോകാൻ? അപ്പോൾ സാധാരണക്കാരന്റെ നെഞ്ചിൽ കുതിര കയറിയാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഇവരുടെ തന്റെ ഇടം. കുറച്ച് നാളുകൾക്ക് മുൻപ് എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാനത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വീഡിയോ എടുത്തതിന്റെ പേരിൽ ഞാനിവിടെ കൊച്ചിയിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷൻ, നമ്മൾ ഒരുമിച്ചാണ് പോയപ്പോൾ ആ പോലീസുകാരൻ ഞാൻ ഇങ്ങനെ കൈകെട്ടിയിരുന്നതിന് എന്നോട് പറഞ്ഞത്, ഞാൻ കൈകെട്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, എന്നെ പിടിച്ച മൂലയ്ക്ക് നിർത്തും, നീ അഹങ്കാരം കാണിക്കുന്നു, നിന്നെ പിടിച്ച മൂലയ്ക്ക്. അതായത് പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണം ഓച്ചാനിച്ച് അവരുടെ മുന്നിൽ, ഇല്ലെങ്കിൽ കള്ളക്കേസുകളിൽ നമ്മളെ പ്രതിയാക്കും, കള്ളക്കേസുകൾ നമുക്കെതിരെ എഴുതി ചേർക്കും. എന്തിനാണ് കേരളത്തിലെ പോലീസുകാർ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ്. കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യേണ്ടവരാണ്. കൊടും ക്രിമിനലുകൾക്ക് ഒരു സംരക്ഷണവും ഒരുക്കേണ്ടവരല്ല എന്നുള്ളതാണ്. പക്ഷെ നിരപരാധികളെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണ്? എല്ലാവരെയും അല്ല പറയുന്നത്. നല്ലവരായ KG സൈമണിനെ പോലെ, ജോൺസനെ പോലെ, എന്താ പറയുക, പേരെടുത്ത് പറയാം, യതീഷ് ചന്ദ്രയെ പോലെ പേരെടുത്തൊക്കെ പറയാൻ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് മുന്നിൽ ഉദാഹരണമായി ഉണ്ടെങ്കിൽ ഇപ്പോഴും കുട്ടമ്പിള്ള പോലീസുമാർ നമുക്കിടയിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചാത്തന്നൂർ CI ഇത്തരത്തിൽ ഒരു നിരപരാധിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, വീണ്ടും എടുത്തു പറയുകയാണ്, നിരപരാധിയോട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇല്ലെങ്കിൽ പൊതുസമൂഹം ആഭ്യന്തരമന്ത്രിയെ കാണുന്നത് ഈ തരത്തിലായിരിക്കില്ല. പൊതുജനങ്ങൾ എങ്ങനെ വീടുകളിൽ സമാധാനമായി കിടന്നുറങ്ങും എന്നുള്ളതാണ് നമുക്കിപ്പോ ചോദിക്കാൻ തോന്നുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ഒരു സ്വഭാവം നമ്മുടെ പോലീസുകാർക്കൊക്കെ കുറെ വർഷങ്ങളായിട്ട് രൂപപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാന വിമർശനങ്ങളിൽ ഒരു വിമർശനം എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, സാധാരണക്കാരനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള പല ആളുകളുടെയും നെഞ്ചത്ത് കയറിയിട്ട് അവരുടെ തോന്നിവാസവും അഹങ്കാരവും പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസുകാർ മാറിത്തീരുക എന്ന് പറയുന്നത് വളരെ വലിയ, എന്താ പറയാ, മോശപ്പെട്ടൊരു സംഗതിയാണ്. ജനങ്ങൾക്ക് മുകളിലൊന്നുമല്ല എന്തായാലും പോലീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ജനങ്ങൾക്ക് സംരക്ഷണവും അവരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് പോലീസുകാർ പെരുമാറേണ്ടത്. പക്ഷെ ഇപ്പോഴും നമ്മളെ നാട്ടിൽ പല ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു നവോത്ഥാന മനസ്സിലേക്ക് പലപ്പോഴും പോലീസുകാർക്ക് കടന്നെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ധന്യ പറഞ്ഞ പോലെ കുട്ടമ്പിള്ള പോലീസുകാരുടെ മനോഭാവത്തിലാണ് പലരും തുടരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വേണം ഈ രാത്രി ഒരു നിരപരാധിയുടെ വീട്ടിൽ കടന്നു കയറിയിട്ടുള്ള ഈ ഒരു കാണിച്ച വളരെ വേണ്ടാധീനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. എന്തായാലും അജിയുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ കാര്യമായി ഇതിൽ പോലീസിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. കാരണം ഇതുപോലെ നിരപരാധികളെ പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് പോലീസുകാർ നീങ്ങിയാൽ അത്
വളരെ അപകടകരമായ കാര്യങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരാളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ട് എങ്കിൽ അവനെ കള്ളക്കേസിൽ പെടുത്തി അകത്തിടാം എന്നുള്ള പോലീസിന്റെ വൃത്തികെട്ട ധാരണ അത് നമുക്കൊരിക്കലും അച്ചുപറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പല നല്ലവരായ പോലീസുകാരെ കൂടെ ചീത്തപ്പേരുണ്ടാക്കിക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ആഭ്യന്തര മന്ത്രി ഇടപെടും എന്നുള്ളത്.